സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു ടവറുണ്ട്. ആ ടവറിൻ്റെ മുകളിൽ ഞങ്ങൾ പോവുകയാണ്. ചെറിയൊരു മലേൻ്റെ മുകളിൽ, ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണത് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അതാ ആ കാണുന്നതാണ്. രാമേട്ടനും രഘുവേട്ടനും പോയി. ഇനി ഞങ്ങളും അവിടെ പോകാൻ പോവാണ്. ആ ടവറിൻ്റെ മുകളിൽ നമുക്കൊരു 360 വ്യൂ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ പോലെ അതാ 360 വ്യൂ കണ്ടില്ലേ? ഇന്ന് തിരക്കാണ്. ഇന്ന് തിരക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ടായിരിക്കാം. മറ്റുള്ള ദിവസങ്ങളൊക്കെ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ പല ഭാഗത്തും ഒരുപാട് റിസോർട്ടുകൾ, ചെറിയ ചെറിയ ഹട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. എവിടെ നോക്കിയാലും മലകളാൽ ചുറ്റപ്പെട്ട വനം നിബിഡമല്ലെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ്. പിന്നെ ചില ഭാഗത്തൊക്കെ ഒരുപാട് തിക്ക് ഫോറസ്റ്റ് കാണാം. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സിപ്പ് ലൈൻ ഇവിടെ ഒന്നുണ്ട്. ഇതാണ് സിപ്പ് ലൈൻ. 500 മീറ്ററാണ്. ഇതിന് 250-300 രൂപയായിട്ടാണ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ കൂടാതെ നമ്മളെ ട്രക്കിങ്ങിന് 600 രൂപയാണ് ഈടാക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ട്രക്കിങ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. കാരണം ഇവിടെ നിന്ന് ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ മുൻകൂട്ടി ഇവിടെ അറിയിക്കേണ്ടി വരും. ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കുക, ഇതൊക്കെ ആസ്വദിക്കുക. ഓക്കെ, ബൈ.